നമ്മുടെ തന്നെ ബൈക്കുകൾ ഒന്ന് മാറ്റിക്കൊടുത്ത് നമ്മുടെ തന്നെ വോളണ്ടിയേഴ്സ് ഒന്ന് വാഹനങ്ങൾ ഒന്ന് ഇവിടുത്തെ ബ്ലോക്ക് മാറ്റി കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് പരമാവധി ഒന്ന് ഒഴിവാക്കി കൊടുക്കുക ടൂ വീലേഴ്സ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് പുനലൂരിൽ നിന്ന് റോഡ് ഷോയ്ക്കായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ തന്ന ഊഷ്മളമായ സ്വീകരണത്തിന് ആദ്യം തന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളോടും പ്രവർത്തകരോടും നന്ദി അറിയിക്കുന്നു. കേരളം തന്നെ വളരെ സുന്ദരമായൊരു സംസ്ഥാനമാണ്. കേരളത്തിൽ തന്നെ അതീവ സുന്ദരമായൊരു ജില്ലയാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയുടെ മലയോര പ്രദേശമാണ് പുനലൂർ. നമ്മൾ എന്നും പത്രങ്ങളിൽ വായിക്കുന്ന ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള വികസനവും വരാത്ത കേരളത്തിലെ ഒരു ജില്ലയാണ് കൊല്ലം. അതിൽ തന്നെ എത്ര സുന്ദരമായ പ്രദേശമാണ്. ഒരു ഭാഗത്ത് മലയോര പ്രദേശം, നടുഭാഗത്ത് ചെന്നു കഴിഞ്ഞാൽ കായലുണ്ട്, നദികളുണ്ട്, കടലോരമുണ്ട് അപ്പുറത്ത്. പക്ഷെ ഒരു രൂപയുടെ വികസനം പോലും വരാത്തത്, അതായത് ടൂറിസം മാപ്പിൽ എപ്പോൾ വേണമെങ്കിലും കൊല്ലത്തിന് വരാം. പുനലൂർ ടൂറിസം മാപ്പിൽ എപ്പോഴും വരേണ്ട ഒരു ഭാഗമാണ്. പക്ഷേ എന്തെങ്കിലും വികസനം നടന്നതായി കഴിഞ്ഞ 60 വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ കൊല്ലം ജില്ലയിൽ വരുന്ന വികസനങ്ങൾക്കെല്ലാം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു MP ജീവിക്കുന്നുണ്ട്. എന്ത് നരേന്ദ്രമോദി കൊണ്ടുവന്നാലും അതിന്റെ ഉത്തരവാദിത്തം, അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നമ്മുടെ MP തയ്യാറായി അങ്ങ് നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനം വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം കൊണ്ടുവന്നതാണ്. 5 കോടി രൂപ മാത്രമാണ് MP ഫണ്ടുള്ളത്. 380 കോടി രൂപയുടെ പ്രോജക്റ്റ് അദ്ദേഹം കൊണ്ടുവന്നു എന്ന് പറയുന്നു. 2014 വരെ മുടങ്ങിക്കിടന്നത്, 40ഓളം വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഹൈവേയുടെ വർക്ക് നരേന്ദ്രമോദിജി വന്നതിന് ശേഷം അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 2ാം ഘട്ടത്തിന്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വവും ആ MP-ക്കാണെന്ന് പറയുന്നു. ആ MP-യോട് കാണിച്ചു കൊടുക്കേണ്ടതാണ് ഈ പുനലൂരിലെ ഇവിടുത്തെ പേപ്പർ മില്ല് അടഞ്ഞുപോയത് എന്തുകൊണ്ടാണ്, എത്രയധികം തൊഴിലാളികൾക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാതെ നരേന്ദ്രമോദി ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ താനാണ് ചെയ്തതെന്ന് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു MP ഉണ്ട്. കൂടെ കുറച്ച് ഫ്ലെക്സും വെക്കുന്നുണ്ട് MP. അതുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിയുക, ഇത്തവണ ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായിട്ട് കേരളത്തിലെ എല്ലാ BJP സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്നെയും വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യാത്ര തുടങ്ങാൻ പോകുന്നു. നന്ദി, നമസ്തേ, ജയ്.